അപ്പം ഇന്നൊരു ടെമ്പിൾ ഡേറ്റ് ആയാലോ? കുറേ നാളായി വിചാരിക്കുവാണ് പൂർണ്ണത്രേശിനെ പോയി കാണണമെന്ന്. പക്ഷെ പൂർണ്ണത്രേശം വിളിക്കാതെ നമുക്ക് അങ്ങടേക്ക് ചെല്ലാൻ പറ്റുമോ? അപ്പം ദാ ഇന്ന് വിളിച്ചു, നമ്മൾ പോവാണ്. കണ്ണെഴുതി പൊട്ട് തൊട്ട് സുന്ദരിയായി നമ്മളപ്പോൾ പൂർണ്ണത്രേശിനെ തൊഴാൻ പോവാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം എനിക്കിഷ്ടമുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് തൃപ്പൂണിത്തുറയും, പിന്നെ നമ്മുടെ പൂർണ്ണത്രേശനും. എന്ത് വിഷമമുണ്ടെങ്കിലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിന് വല്ലാത്തൊരാശ്വാസമാണ്. നമ്മൾ സൈക്കിളിലാണ് പോകുന്നത്. സാരി ഉടുത്തിട്ട് സൈക്കിൾ ചവിട്ടുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. നമുക്ക് നോക്കാം. എല്ലാവരും എനിക്കിട്ട് നോക്കും, ഇതേതാ ധാരാ ഈ സാരിയിൽ സൈക്കിളിൽ പോകണം നോക്ക്. അങ്ങനെ ആദ്യമായിട്ട് സാരി എടുത്ത് സൈക്കിൾ ചവിട്ടി. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പൂർണ്ണത്രേശൻ്റെ അവിടെ എത്തി, തൊഴുതു, മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. നല്ലൊരാശ്വാസമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് അവിടെ ചെല്ലുമ്പോൾ. ആ ഒരു അറ്റ്മോസ്ഫിയറും പ്രാർത്ഥനയും സോപാനവും എല്ലാം കൂടെ നല്ല രസമാണ്. നമുക്ക് പ്രസാദവും ഒരു താമരപ്പൂവും പഴമൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിയപ്പോൾ മനസ്സിന് വല്ലാത്തൊരാശ്വാസമായിരുന്നു കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയ താമരപ്പൂവ്. എനിക്ക് എത്ര പോയാലും മടുക്കാത്തൊരമ്പലമാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രേശൻ്റെ അമ്പലം. വീഡിയോ എടുക്കുന്നുണ്ട്, ഇപ്പം അമ്മയ്ക്ക് ചെറുതായിട്ട് നാണം വന്നു കേട്ടോ. പിന്നെ നമ്മൾ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ നടന്ന് തൊഴുതു. നല്ല സുഖം കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. എടാ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേടാ? ചിറ്റയ്ക്ക് വേണ്ടി വിധുപോൽ പ്രാർത്ഥിച്ചത് പൂർണ്ണത്രേശം കേട്ടോ എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുക കേട്ടോ. ഈ അമ്പലത്തിൽ റീല് ഏതൊക്കെ ദൈവങ്ങൾ വന്നിട്ടുണ്ടോ? നമോ നാരായണായ, ഓം നമോ ഭഗവതി വാസുദേവായ, പിന്നെ ഓം പൂർണ്ണത്രേശായ നമ, ഓം പൂർണ്ണത്രേശായ. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി കേട്ടോ. അപ്പോഴേക്കും ചെറുതായിട്ട് സന്ധ്യയായി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമുണ്ടല്ലേ ആല് കാണാനായിട്ട്. ആല് കാണാൻ പൂർണ്ണത്രേശൻ്റെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ ജസ്റ്റ് ഒന്ന് ഓടി വലം വയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ്. പിന്നെ അമ്മയ്ക്ക് സ്ഥിരം പോകാറുള്ള അമ്മയുടെ കുറച്ച് മസ്റ്റ് വിസിറ്റ് കുറച്ച് ഷോപ്സ് ഉണ്ട്. അവിടെയൊക്കെ കൂടെ ഒന്ന് കയറി കുറച്ച് പച്ചക്കറിയും കുറച്ച് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട്.